ലോകമെങ്ങും കാത്തിരിക്കുകയാണ് രാത്രി 12 മണിയാകാൻ. അവർ ആഘോഷിക്കുകയാണ് പുതുവത്സരം. 2023 വിട പറഞ്ഞ് 2024 സ്വാഗതം ചെയ്യാൻ ഉറക്കമുളച്ച് അവർ കാത്തിരിക്കുന്നു. പടക്കം പൊട്ടിച്ചും പാട്ടുപാടിയും അവർ ന്യൂ ഇയറിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നു. മറ്റു ചിലർ DJ ബാൻഡുകളിൽ താളം പിടിച്ചും ഒക്കെ കാത്തിരിക്കുന്നു. അത് ആഘോഷത്തിന്റെ രാവ്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ജോലി ചെയ്യുന്നവർ ശനിയും ഞായറും സാധാരണഗതിയിൽ ആഘോഷമാക്കാറുണ്ട്. അതുപോലെ പകലന്തിയോളം പണിയെടുത്ത ശേഷം രാത്രികൾ അവർ ആഘോഷത്തിലാക്കുന്നു. അതായത് അവരുടെ സകല ടെൻഷനും സകല സങ്കടവും ഇറക്കി വെച്ച് ആഘോഷഭരിതമാക്കുന്നു അവരുടെ ജീവിതം. ഞാൻ പറയുന്നത് കേരളത്തെക്കുറിച്ചല്ല. കേരളത്തിൽ ഇതൊന്നും സാധ്യമല്ല. നമ്മളൊക്കെ അപരിഷ്കൃതർ എന്ന് വിളിക്കുന്ന വിദേശീയരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ലോകത്തെ എല്ലാ ജനങ്ങളും ആഘോഷത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ 3.5 കോടിയെ മാത്രം തടവറയിൽ തളച്ചിടുകയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് പൗരന്മാരെ വിശ്വാസമില്ല. വിശേഷിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൗരന്മാരെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഒരു പൗരനും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഇഷ്ടമല്ല. 8 മണിക്ക് പൂട്ടിപ്പൊയ്ക്കോണം, പിന്നെ അത് വിവാദമായപ്പോൾ 10 മണിക്ക് പൂട്ടിപ്പൊയ്ക്കോണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആഘോഷങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സർക്കാരും അതുപോലെ ഒരു നിയമ സംവിധാനവും പൊതുജനങ്ങളെ വിശ്വാസമേ ഇല്ല. അതായത് രാജാവിന് തങ്ങളുടെ പ്രജകളെ വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ കഴിവുകെട്ട ഒരു ഭരണം വേറെ എവിടെയും ഇല്ല എന്ന് പറയേണ്ടി വരും. ഭരണാധികാരികളെ വിശ്വാസമില്ലാത്ത, ഭരണാധികാരികൾ പറഞ്ഞാൽ അനുസരിക്കാത്ത, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ജനങ്ങളാണ് ഒരു ദേശത്ത് കൂടുതലുണ്ടെങ്കിൽ അതിനുള്ള കഴിവുകേട് ആ ഭരണാധികാരികൾക്കാണ്. കാരണം അത്തരത്തിലൊരു കൂട്ടത്തെ വളർത്തിയെടുത്തതിന്റെ ഉത്തരവാദിത്വവും ഭരണാധികാരികൾക്കാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കഴിവുകെട്ട മറ്റൊരു ഭരണകൂടം ലോകത്തെവിടെയും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത്. 3.5 കോടിയിൽ 30 പേർ ഒരുപക്ഷെ വേല കാണിക്കുന്നുണ്ടാവും, അവർ കള്ളു കുടിക്കുന്നുണ്ടാവും, അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും, മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നുണ്ടാവും, അങ്ങനെ പലതും ചെയ്യുന്നുണ്ടാവും. അത് എല്ലാ സമൂഹത്തിലും ഉള്ളതാണ്. പക്ഷെ ആ 3.5 കോടിയിൽ 30നെ തടയാൻ വേണ്ടി 3.5 കോടിയുടെ സന്തോഷം തല്ലിക്കെടുത്തുന്ന പോലീസ് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 30 എണ്ണത്തിന്റെ ഭയന്ന് പോസ്റ്റ് ബോക്സിൽ കൈയും കയറ്റി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. അവർക്ക് ഒരു പണിയും എടുക്കണ്ടല്ലോ. വേണമെങ്കിൽ 2 എണ്ണം അടിച്ച് അവർക്കും സുഖമായി കിടക്കാം. ആഘോഷങ്ങളിൽ അലുമ്പുണ്ടാക്കുന്ന 30 എണ്ണത്തിന് പൊക്കി മറ്റുള്ളവർക്ക് സുഖമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കേണ്ട പോലീസാണ് 8 മണിക്കും 10 മണിക്കും പൂട്ടിക്കെട്ടി പെരയിൽ പൊയ്ക്കോണമെന്ന് പറയുന്നത്, പുറത്തിറങ്ങിയാൽ നടുതല്ലി ഒടിക്കുമെന്ന് പറയുന്നത്, ആഘോഷങ്ങൾ ഇവിടെ വേണ്ട എന്ന് പറയുന്നത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വിഭാഗം അവരുടെ ചെറിയ ആഘോഷങ്ങൾ പോലും ഭീകര പ്രവർത്തനങ്ങളായിട്ടാണ് ഇവിടെ നമ്മുടെ ഭരണകൂടവും പോലീസും കാണുന്നത്. സന്തോഷിക്കുന്ന ഓരോ വ്യക്തികളും ലഹരിക്കടത്തുകാരും. എന്നാൽ ഈ ലഹരി വരുന്ന വഴികളോ, ലഹരി ഇവിടെ വിളമ്പുന്നത് സർക്കാർ തന്നെയാണ്. അത് വാങ്ങി കഴിക്കുന്നവനെ പിടിച്ചകത്താക്കുന്നത് സർക്കാർ സംവിധാനവും. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ സ്ട്രെസ് കയറി ആഘോഷങ്ങളില്ലാതെ സന്തോഷങ്ങളില്ലാതെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ജനം പോലീസിനെ തെരുവിൽ നേരിടുന്ന ഒരു കാലം വരും. ഇപ്പോൾ തന്നെ അവിടെയും ഇവിടെയും ഒക്കെ അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പോലീസ് സംരക്ഷണത്തിൽ ന്യൂ ഇയറും അതുപോലെ മറ്റു ആഘോഷങ്ങളും സസന്തോഷം ആഘോഷിക്കേണ്ട ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അവിടെ അക്രമങ്ങളോ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളോ മറ്റെന്തെങ്കിലോ കൊണ്ട് ആരെങ്കിലും വന്നാൽ അവനെ പിടിച്ചകത്താക്കുക, അവന് ശിക്ഷ കൊടുക്കുക, മറ്റുള്ളവർക്ക് ആഘോഷിക്കാനുള്ള സകല സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഭരണകൂടവും പോലീസും ചെയ്യേണ്ടത്. പോലീസ് സംരക്ഷണത്തിൽ സുരക്ഷിതമായി ന്യൂ ഇയറും മറ്റ് ആഘോഷങ്ങളും ആസ്വദിച്ച് സന്തുഷ്ടരായ ഒരു കൂട്ടം ജനങ്ങളെ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കുന്നതിന് പകരം നിയന്ത്രണങ്ങൾ കൊണ്ട് ജനങ്ങളെ പൂട്ടിയിടാൻ തുടങ്ങിയാൽ അക്രമവും അരാജകത്വവും അതുപോലെ അസമത്വവും വിളമ്പുന്ന ഒരു സമൂഹത്തെയായിരിക്കും വരും തലമുറയായി നമുക്ക് കണ്ടെത്താൻ കഴിയുക, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. അന്ന് പക്ഷേ പിടിച്ചാൽ പിടിയിട്ടണമെന്നില്ല. അതുകൊണ്ട് 2024 ജീവിക്കാൻ സമ്മതിക്കണം. 2024 ജീവിക്കാൻ ഈ ജനങ്ങളെ പ്രാപ്തരാക്കണം. 2024 വരവേറ്റുകൊണ്ട് സുഖസന്തോഷത്തോടെ ആഘോഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. ഓരോ ദിനങ്ങളും ആഘോഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ലോകരാജ്യങ്ങൾ മുഴുവൻ അവർ സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ കണ്ണിലാണ് അവർ അപരിഷ്കൃതരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അരാജകവാദികളും ഒക്കെ തോന്നുന്നത്. പക്ഷെ അവിടെ ആരെയും ശല്യപ്പെടുത്തുന്നില്ല. കള്ളു കുടിച്ച് ആരും ആരുടെയും തോളിൽ കിടക്കുന്നില്ല. കള്ളു കുടിച്ചുകൊണ്ട് ആരും പാമ്പായി റോഡിൽ കിടക്കുന്നില്ല. പക്ഷെ അവിടെ കള്ളുകൂടിയുണ്ട്, അവിടെ ക്ലബ്ബുകളുണ്ട്, അവിടെ DJ സ്റ്റാറുകളുണ്ട്, അവിടെ ഡാൻസ് ക്ലബ്ബുകളുണ്ട്, നൈറ്റ് ക്ലബ്ബുകളുണ്ട്. ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളത്തിൽ ഇതൊന്നും അനുവദിക്കൂല. കേരളത്തിന്റെ ജനത ഇനി 2200 ആയി കഴിഞ്ഞാലും ഇതൊന്നും ആസ്വദിക്കുമെന്ന് കരുതണ്ട. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജനത കേരളം വിട്ടു തുടങ്ങി. കേരളത്തിലെ ജനത 2024 ജീവിക്കാൻ ഇനിയും ഒരു 100 കൊല്ലം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതൊരു വല്ലാത്ത കഷ്ടമാണ്. സ്വന്തം ഉത്തരവാദിത്വമില്ലായ്മയും കഴിവില്ലായ്മയും മറച്ചു പിടിക്കാൻ വേണ്ടി കേരളത്തിലെ 3.5 കോടിയെ പൂട്ടിയിടുമ്പോൾ അവരുടെ ആഘോഷങ്ങളും അവരുടെ സന്തോഷങ്ങളും കൂടിയാണ് തല്ലിക്കെടുത്തുന്നത് എന്ന് സർക്കാരും പോലീസും മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സംരക്ഷണയിൽ ഈ 3.5 കോടിയെ ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ കഴിവുകെട്ട ഭരണകൂടവും കഴിവുകെട്ട നിയമ സംവിധാനവും കഴിവുകെട്ട നിയമപരിപാലനവും തന്നെയാണ്.